ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫുഡ് ഹബ്ബിൽ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു ഐറ്റം ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാനും പറ്റും, അതോടൊപ്പം നല്ല ഹെൽത്തി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കൂടാതെ നമുക്ക് എന്തെങ്കിലും കറികളൊന്നും ഇല്ലായെങ്കിലും നമുക്ക് ചൂടോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടെയാണ് കേട്ടോ. കാരണം ഇതൊരു ഇച്ചിരി സ്പൈസി കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് അരി ഉണ്ടെങ്കിൽ, പച്ചരി ഉണ്ടെങ്കിൽ അത് കുതിർത്തിട്ട് ചെയ്യാം, ഇതിലേറെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്താൽ എന്തായാലും ഒരു കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാനിത് ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റെങ്കിലും ബ്ലെൻഡ് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പുഴുങ്ങിയ പൊട്ടാറ്റോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ പൊട്ടാറ്റോ ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നു. അതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്തതിന് ശേഷം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അതാ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് നമ്മുടെ ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു തിക്നെസ് ബാറ്റർ തന്നെയാണ്. അപ്പോൾ ഒരു ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എങ്ങാനും മതി, അതിലേറെ ഒന്നും വേണ്ട. അപ്പം അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ അതെടുക്കുക. ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, അതോടൊപ്പം കുറച്ച് വലിയുള്ളി. ഇതെല്ലാം കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ അങ്ങ് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാം. മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതും കൂടെ ചേർത്തിട്ട് അതിനോടൊപ്പം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നോക്കുക. ഇതൊരു ചെറിയ തിക്നെസ്സിലാണ്, നമ്മുടെ ദോശ ബാറ്റർ പോലെ കുറച്ച് ലൂസായിട്ടൊന്നുമല്ല, ചെറിയൊരു തിക്നെസ്സിൽ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഒന്നും ചേർക്കാനില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇനി ഇതിനൊന്ന് മൂടി വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്കായി കിട്ടട്ടെ. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒന്നുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പത്തിൻ്റെ താഴെ ഭാഗമൊന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി മറിച്ചിട്ട സൈഡും അത്യാവശ്യം ഒന്ന് കളർ മാറി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് അങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക.
അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങ് മാറ്റി കൊടുക്കാം. ചൂടോട് കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം. കാരണം ഇച്ചിരി സ്പൈസിയാണ്, അതേപോലെ വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കാൻ ഒന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും. കാരണം കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. പിന്നെ പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം, ആ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി ഫുഡ് ഹബിൽ വീണ്ടും കാണാം. താങ്ക്